മാപ്പൊന്നും ചേച്ചി പറയണ്ട. നമ്മുടെ അമ്മയല്ലേ, അമ്മ ക്ഷമിച്ചോളും. എനിക്കിപ്പോഴാ സമാധാനായത്. അച്ഛൻ എന്നോട് ക്ഷമിച്ചെന്ന് പറഞ്ഞു. നീയും അമ്മയും എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തില് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പത് മാറി. മോൾക്കും അമ്മയ്ക്കും അച്ഛനും ഒരു കുറവുമില്ലാതെ ഞാൻ നോക്കിക്കോളാം. എന്നാ ചേച്ചി പോട്ടെ. ശരി ചേച്ചി. അല്ല മാഡം, എന്താ നീ ഇങ്ങനെ? ഇനി മുതൽ നീ എന്നെ ചേച്ചിന്ന് വിളിച്ചാ മതി, കേട്ടോ? മതി, ഇത്രയും മതി. ഇനി ഞാൻ കാണിച്ചു തരാടി. എന്നാ മോള് ചെന്ന് കിടക്ക്. ചേച്ചിക്ക് ഒരുപാട് പറയാനുണ്ട്. അത് നാളെ ആവട്ടെ. ഗുഡ് നൈറ്റ്. ചെല്ല്. എല്ലാം നന്നായിരുന്നു. അഭിനയവും ഡയലോഗ് ഡെലിവറിയും ഒക്കെ മികച്ചതായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാ, കാഴ്ചക്കാരുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറാൻ പറ്റിയില്ല. വളരാനുണ്ട്, അഭിനയത്തില് ഒരുപാട് വളരാനുണ്ട്. ഒന്നാമത്, ഈ പാറയിൽ ചിരട്ടയിട്ട് വരയ്ക്കുന്ന ശബ്ദത്തിന് സെന്റ് ഡയലോഗ് ചേരില്ല. നിങ്ങൾ എന്ത് കരുതി? നിങ്ങളുടെ അഭിനയത്തിൽ ഞാൻ അങ്ങ് വീണുപോയെന്നോ? അല്ല, ഇതേത് വരെ പോവെന്ന് അറിയാൻ വേണ്ടി തന്നെയാ ഞാനും കണ്ണ് നിറഞ്ഞ് അഭിനയിച്ച് സപ്പോർട്ട് തന്നത്. അച്ഛനെ പോയി കണ്ട് ഇതേപോലെ കണ്ണ് നിറച്ചപ്പോ പറഞ്ഞതൊക്കെ അച്ഛനൊരു പാവം ആയതുകൊണ്ട് വിശ്വസിച്ചു കാണും. കല്യാണി അതുപോലെ പാവമല്ല. ചേച്ചിയോട് ക്ഷമിക്കണം മോളെ പോലും. അങ്ങനെ വന്നങ്ങ് പറഞ്ഞാ ക്ഷമിക്കാവുന്നതാണോ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നേ? വെട്ടിപ്പിടിക്കാൻ വെമ്പല് കൊണ്ട് നിൽക്കുമ്പോ ഇങ്ങനെ പലരുടെയും മുമ്പിൽ അഭിനയിക്കേണ്ടി വരും. നിങ്ങളുടെ ചതി ഒന്നും വിജയിക്കാൻ പോണില്ല. കാരണം ഞാൻ അതിന് സമ്മതിക്കില്ല. ഇപ്പൊ അഭിനയിച്ച് പറഞ്ഞതൊക്കെ മനസ്സിൽ തട്ടി കരഞ്ഞു പറയുന്ന ഒരു ദിവസം വരും. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശ്വരന് ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അതെനിക്ക് ഉറപ്പാ. അന്ന് ഞാൻ എല്ലാം ക്ഷമിക്കും. എന്റെ അമ്മയെ കൊണ്ട് കാല് പിടിപ്പിച്ചതുൾപ്പെടെ അങ്ങനെ എല്ലാത്തിനും ചേർത്ത് ഒരടി തന്നതിന് ശേഷം രാത്രി 8 മണിക്ക് കരഞ്ഞു പിഴിഞ്ഞ് മെഗാ സീരിയൽ അഭിനയം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു എന്റെ ചാച്ചി. അല്ല, മാഡം 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 മാഡം. ഗുഡ് നൈറ്റ്.